ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ആദ്യം തന്നെ നമ്മുടെ കിരൺ പോകുന്നത് തൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അരികിലേക്ക് തന്നെയാണ്. അങ്ങനെ അച്ഛനെ അമ്മയെ മാറ്റി നിർത്തിയിട്ട് കിരൺ പറയുന്നുണ്ട്, അവർ തീർന്നു, ആ സ്റ്റെഫിയുടെ കൂട്ടാളികളൊക്കെ തീർന്നു അച്ഛ എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലായി മോനെ, അത് തന്നെയായിരിക്കും. എന്തായാലും ഞാൻ അവരെ തേടി പിടിക്കുക തന്നെ, എൻ്റെ ആൾക്കാരെ അവരെ തേടി പിടിക്കുക തന്നെ ചെയ്യുമായിരുന്നു. പക്ഷേ നീ അതിനു മുന്നേ തന്നെ കാര്യങ്ങൾ മണത്തറിഞ്ഞു, നിനക്ക് വേഗം അതിന് സാധിച്ചു. എന്തായാലും കിരൺ പറയുന്നുണ്ട്, ഒരു തരി സമയം വൈകിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇപ്പോൾ കാർത്തികൊന്നും ജീവിച്ചിരിക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവളെ പുറത്തിറങ്ങിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരുടെ ഓഫീസിലും വീടിലൊക്കെ CCTVയുടെ എണ്ണം കൂട്ടിയത്. അതുകൊണ്ടാണ് എനിക്ക് ആ സമയത്ത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും കാണാനും സാധിച്ചത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് എന്തായാലും മോനെ നല്ലത് തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് എന്നാൽ ഞാൻ ഇറങ്ങട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അല്ല, ഇനി ഇതിൻ്റെ പേരിൽ പോലീസുകാർ ആ CI എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ രൂപ. അപ്പോൾ പറയുന്നുണ്ട്, ഇല്ല, ആളിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പോലെയാണ് എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് എന്ന് പറയുമ്പോൾ ചന്ദ്രസേനൻ പറയുന്നുണ്ട്, അങ്ങനെ തന്നെയാണല്ലോ പെരുമാറേണ്ടത്. കാരണം അയാൾക്ക് മുകളിൽ നല്ല പ്രഷർ കിട്ടിയിട്ടുണ്ട്. അപ്പം പിന്നെ ഇനിയിപ്പോൾ അയാളുടെ ഭാഗത്തൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ഇത് കേസായിട്ട് കൊടുക്കാനൊന്നും ആരുമില്ലല്ലോ, അതുകൊണ്ട് ഇനി പേടിക്കേണ്ട എന്ന് പറയുകയാണ്. അങ്ങനെ കിരൺ അവിടെ നിന്നും പോകുന്നുണ്ട്. അതേ സമയത്ത് നമ്മുടെ ശാരിയാണെങ്കിൽ അവിടെ അങ്ങനെ ഇരിക്കുകയാണ്, ഇവരെന്താ പറഞ്ഞതെന്നറിയാതിനുള്ള ഒരു ഇതിൽ. അപ്പോൾ ആ സമയത്ത് രൂപയും ചന്ദ്രസേന അവിടേക്ക് വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നീ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല കാര്യങ്ങൾ. അവനെ ഒരു ബിസിനസ് തുടങ്ങേണ്ട കാര്യത്തിന് വേണ്ടിയിട്ടാണ്, കോടികളുടെ ബിസിനസ്സാണ്, അത് സംസാരിക്കാനാണ് ഞങ്ങളോട് അങ്ങോട്ട് മാറ്റി നിർത്തിയത് എന്നിങ്ങനെ രൂപ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ചന്ദ്രസേനൻ പറയാണ്, നിന്റെ മോൾ എന്തായാലും സിവിൽ എഞ്ചിനീയർ കഴിഞ്ഞ് നല്ല പ്രകടനമല്ല അവിടെ കാഴ്ചവെക്കുന്നത്. നിന്റെ മോൾക്കും അതിൽ നല്ലൊരു ലാഭം കിട്ടും, നല്ല കാര്യം തന്നെയായിരിക്കും കിട്ടാൻ പോകുന്നത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചന്ദ്രേട്ടൻ പറയാണ്, അല്ല, അവൾ ആദ്യത്തെ സ്വഭാവത്തിൽ തിരികെ പോകാതിരുന്നാൽ മാത്രം, ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല എന്ന് പറയുമ്പോൾ ശാരി പറയുന്നുണ്ട്, അയ്യോ ചന്ദ്രേട്ട, എൻ്റെ മോളിപ്പോൾ അങ്ങനത്തെ ഒന്നുമല്ല, അതിനെപ്പറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കില്ല. അവൾക്ക് അനുഭവമാണ് അവളുടെ ജീവിതം പഠിപ്പിച്ചത്. ഇനി എന്തായാലും ഒരിക്കലും എൻ്റെ മോള് തിരികെ പോകില്ല ചന്ദ്രേട്ട എന്ന് പറയുന്നു. പോകാതിരുന്നാൽ നന്നായി എന്നും പറഞ്ഞിട്ട് നമ്മുടെ രൂപയും അതുപോലെ ചന്ദ്രസേന അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ സരയുവിനെ തന്നെയാണ്. അപ്പോൾ സരയു ആണെങ്കിൽ കടയിൽ അവിടെ എന്തോ ജ്യൂസോ മറ്റെന്തോ വാങ്ങിയിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് കിരൺ കാറിൽ അങ്ങനെ വരുന്നത്. ഇവളെ കണ്ടിട്ട് കാർ അവിടെ നിർത്തിയിട്ടിട്ട് അവിടെ അങ്ങോട്ട് വരികയാണ്. എന്താ ഈ സരയു സൈറ്റിൽ പോയോ എന്ന് ചോദിക്കുകയാണ്. പോയിട്ട് വരുന്ന വഴിയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നീ ഇങ്ങോട്ട് വന്ന ഒരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞിട്ട് ആ 4 പേരും തീർന്നു എന്ന് കിരൺ പറയുന്നുണ്ട് സരയുവിനോട്. അപ്പോൾ ആര് എന്ന് ചോദിക്കുകയാണ്. ആ സ്റ്റെഫി ജയിലിൽ ചാടിയവളില്ലേ, പിന്നെ ആ ഗംഗയുടെ കൂട്ടുകാരും അവരൊക്കെ തീർന്നു എന്ന് പറയാണ്. ആ കാടിനുള്ളിൽ തന്നെ നിന്റെ അച്ഛനെ കൊന്നില്ലേ, ആ കാടിനുള്ളിൽ തന്നെ മൃഗങ്ങൾ കടിച്ചു കീറി കൊന്നു. ഇപ്പോൾ വാർത്ത നടക്കുന്നുണ്ട് TV-ലൊക്കെ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അവളിങ്ങനെ ആകെ ഞെട്ടിപ്പോവുകയാണ്. അതെ, അതിൻ്റെ പിന്നിലും എൻ്റെ കൈകൾ തന്നെയാണ്. അവർ ജീവിച്ചിരിക്കാൻ പാടില്ല. അത് എന്തായാലും നിന്നോട് എനിക്ക് പറയാം, കാരണം നിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസമാണ് ഇപ്പോൾ. അതുകൊണ്ട് നീ ഇതാരോടും പറയില്ല എന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ നിന്നോട് പറഞ്ഞതേ ഉള്ളൂ. അപ്പം എന്തായാലും ഞാനെന്നാ പോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രദ്ധിക്കണം കിരണേ, എന്തായാലും നിനക്ക് എന്തെങ്കിലും ഒരു അപകടം വരുന്ന കാര്യങ്ങളൊന്നും തന്നെ ഞാൻ ചെയ്യില്ല, അത് നിനക്ക് ഞാൻ തരുന്ന വാക്കാണ് എന്നും പറഞ്ഞിട്ട് നമ്മുടെ സരയ് അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ അവിടെ നിന്നും പോകുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ ജയിലാണ് കാണിക്കുന്നത്. ജയിലിലെ വിക്രം മനോഹറിൻ്റെ അരികിലേക്ക് വരികയാണ്. അങ്ങനെ മനോഹറിനോട് പറയുന്നുണ്ട്, എടാ എനിക്ക് പരോള് കിട്ടിയടാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് വിക്രം പറയുകയാണ്, എന്തായാലും എനിക്കിവിടെ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എന്നെ ഉപദ്രവിച്ചവർ, എന്നെ ശല്യം ചെയ്തവരൊക്കെ ഞാൻ ജീവിക്കാൻ അനുവദിക്കില്ല. അവരുടെ സ്വസ്ഥതയും സമാധാനവും ഞാൻ കെടുത്തുമെന്ന് പറയും സമയത്ത് നമ്മുടെ മനോഹർ പറയുന്നുണ്ട്, എടാ എന്നെ സ്നേഹിക്കുന്നവർ എന്തെങ്കിലും നീ അവിടെ പോയിട്ട് ചെയ്തു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിന്നെ വെറുതെ വെക്കില്ലടാ എന്ന് പറയുന്നുണ്ട്. ആടാ, എനിക്ക് ഇവിടെ വന്നിട്ട് നീ എന്നെ എന്ത് ചെയ്തു കഴിഞ്ഞാൽ എനിക്കൊരു പ്രശ്നവും ഇല്ലടാ, നീ ഇവിടെ നിന്ന് പോയാലല്ലേ നീ ചെയ്യുള്ളൂ എന്നും ചോദിച്ചിട്ട് മനോഹർ വിക്രത്തിൻ്റെ തല്ലാൻ പിടിക്കുകയാണ്. അങ്ങനെ അവനെ തട്ടിയിടുക, അവനെ തല്ലുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് അവിടെ നിന്ന് മറ്റു കുറ്റവാളികളെ അവിടേക്ക് പിടിച്ചു മാറ്റാൻ, അതുപോലെ തന്നെ ജയിൽ വാർഡൻ ഓടി വന്ന് അവരെ പിടിച്ചു മാറ്റുകയും ചെയ്യുന്നുണ്ട്. എന്താടാ നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങളുടെ പ്രശ്നം തീരുന്നത്, ഒരുത്തൻ പുറത്ത് പോകാൻ നിൽക്കാണ് എന്നിങ്ങനെ പറയുന്ന സമയത്ത് അവിടുത്തെ ഒരുത്തൻ പറയുകയാണ്, മനോഹറിനെ ചൊടിപ്പിച്ചത് അവനാണ് സാറേ വിക്രം. അപ്പം പിന്നെ മനോഹർ അതുകൊണ്ടാണ് കൈവച്ചത്, ഇങ്ങോട്ട് വാടാ എന്നും പറഞ്ഞിട്ട്
വിക്രത്തിനെയും പിടിച്ച് ആ ജയിൽ വാർഡൻ അവിടെ നിന്നും പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് മറ്റുള്ളവർ നമ്മുടെ മനോഹറിനോട് ചോദിക്കുകയാണ്, അല്ലടാ ഇവൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാക്കില്ലേ, അതുകൊണ്ട് നിനക്ക് പെട്ടെന്ന് കാര്യങ്ങൾ അറിയിക്കാനും പറ്റാത്തൊരവസ്ഥയായല്ലോ, എന്താ ചെയ്യുക എന്ന് ചോദിക്കുമ്പോൾ അവരെ അറിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തായാലും ഈ കിരൺ സാറിൻ്റെ അച്ഛൻ ഈ ജയിൽ സൂപ്രണ്ടുമായി നല്ല അടുപ്പത്തിലാണ്. അതുകൊണ്ട് അവർ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ അറിയും. ഞാൻ പറഞ്ഞില്ലെങ്കിലും എന്തായാലും ഇവനെ അവർ കാത്തിരിക്കുക തന്നെയാണ്. ഒരു പക്ഷേ ഇവൻ്റെ മരണവും അവൻ്റെ കൈകൊണ്ട് തന്നെയായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ സരയു ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ അവിടേക്ക് വിക്രം വരുന്നുണ്ട്. അപ്പോൾ വിക്രത്തിനോട് പറയുന്നുണ്ട്, നിന്നെ ഞാൻ വളരെ റിസ്ക് എടുത്തിട്ടാണ് നിന്നെ കാണാൻ വന്നത്. നീയും ഞാനും തമ്മിൽ എന്തെങ്കിലും അടുപ്പമുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നവും. ഞാൻ ഇത്രയും നാളും കളിച്ചതൊക്കെ കള്ളത്തരമാണെന്ന് എല്ലാവർക്കും മനസ്സിലാകുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് സരയു, നിന്റെ അച്ഛനെ കൊന്നത് ആരാ? ആ കാടിനുള്ളിൽ പോയിട്ട് മൃഗങ്ങൾ കടിച്ചു കീറിയത് തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാതും എനിക്ക് വ്യക്തമായിട്ടറിയാം, അത് അവർ തന്നെ ചെയ്തതാണ്. ആ കാടിനുള്ളിൽ കിരണിനെ സഹായിക്കാൻ അവന് പോകുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അതുകൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. അതിന് കാരണക്കാരി ഞാൻ തന്നെയാണ് ഏറെക്കുറെ. കാരണം കല്യാണിയെ കൊല്ലാൻ അവസരം ഒരുക്കിയതും കല്യാണിയെ ആ ബിൽഡിങ്ങിലേക്ക് പോണ സമയത്തൊക്കെ അറിയിച്ചതൊക്കെ ഞാൻ തന്നെയാണ്. പക്ഷേ എൻ്റെ ധാരണ അന്ന് കിരൺ കൂടെ പോകില്ല എന്നാണ്. കിരൺ കൂടെ ഉണ്ടായത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അച്ഛന് എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. എന്തായാലും അത് കഴിഞ്ഞു. ഇനി എന്തായാലും നീ ചെയ്യേണ്ടത് ആ കല്യാണിയെ ഇല്ലാതാക്കുക എന്നതാണ്. നമ്മുടെ ഏറ്റവും വലിയ ശത്രു അവളാണെന്ന് പറയുന്നുണ്ട്. അത് ആദ്യം കല്യാണിയെ ഇല്ലാതാക്കണം, അതിനുശേഷം കാർത്തികയെ. അപ്പോൾ കിരണിനെ എന്തായാലും എനിക്ക് സ്വന്തമാക്കണം. അത് നിന്റെ അച്ഛൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു, ജയിലിൻ്റെ അകത്ത് വെച്ചിട്ട് സരയുവിന് ഞാൻ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ മകൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയ കാര്യം സരയുവിന് കിരണിനെ നേടിക്കൊടുക്കുക എന്ന് തന്നെയാണ് എന്നിടക്ക് പറയാറുണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ സരയു ഇങ്ങനെ കരച്ചിലിൻ്റെ ഒരു മട്ടിൽ നിൽക്കുകയാണ്. നീ സങ്കടപ്പെടണ്ടീ എന്ന് പറയാണ്. നീ എന്തായാലും ഒരു കാര്യം ചെയ്യും, നിന്റെ അച്ഛനെ ഏർപ്പാടാക്കിയ പോലെ ഒരു സന്ദർഭം എനിക്കും തയ്യാറാക്കി തായോ, ഞാൻ അത് കൈകാര്യം ചെയ്തോളാം എന്ന് പറയുന്നുണ്ട്. എന്നാൽ ശരി, ഞാൻ നിന്നെ എങ്ങനെ കോണ്ടാക്ട് ചെയ്യാം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നാളെ ഇതേ സമയത്ത് ഇവിടേക്ക് വന്നാൽ മതി, എന്നിട്ട് കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാം എന്ന് പറയുമ്പോൾ ശരി എന്ന് പറഞ്ഞ് നമ്മുടെ സരി അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ അതിന് ശേഷം നമ്മുടെ പ്രകാശൻ കല്യാണിയെ വീടിന് അകത്ത് അങ്ങനെ പിടിച്ചു നടത്തുകയാണ്. അപ്പോൾ കല്യാണി പറയുന്നുണ്ട്, എന്നെ അച്ഛൻ ഇപ്പോഴല്ലേ പിടിച്ചു, എൻ്റെ ചെറുപ്രായത്തിൽ എൻ്റെ അച്ഛൻ്റെ കൈ പിടിച്ച് നടക്കണമെന്ന് എനിക്ക് വളരെ ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ അത് സാധിച്ചില്ല എന്ന് പറയുമ്പോൾ പ്രകാശന് വിഷമാവുന്നുണ്ട്. മക്കൾ നടക്കുക എന്ന് പറഞ്ഞങ്ങനെ ഇപ്പം വേദനയൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അച്ഛാ വളരെ കുറവുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ അവിടെ ലക്ഷ്മി അമ്മയും കാർത്തികയും പോവാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഇവരോട് പറയുന്നുണ്ട്, മക്കളെ കല്യാണി ശ്രദ്ധിക്കണം, അവൻ ഇറങ്ങിയിട്ടുണ്ട് നിന്റെ സഹോദരൻ എന്ന് പറയുകയാണ്. ജയിലിൽ നിന്ന് പരോൾ ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പ്രകാശൻ ചോദിക്കുകയാണ്, ഇറങ്ങിയോ അവൻ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അത് ഇറങ്ങിയിട്ടുണ്ട്, എന്തായാലും സൂക്ഷിക്കണം, മക്കൾ എന്തായാലും അന്ന് അകത്ത് പോയിട്ടിരിക്കുക എന്ന് കല്യാണിയോട് പ്രകാശൻ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് അച്ഛൻ എന്തിനെങ്ങനെ പേടിക്കുന്നത് എന്ന് പറയുമ്പോൾ അവനെ പേടിക്കണം, എന്തായാലും ഗംഗപ്രസാദിന്റെ അത്രയ്ക്ക് അവനില്ലെങ്കിലും. അപ്പോൾ ആ സമയത്ത് കാർത്തികയോടും പ്രകാശം പറയുന്നു, മോളും ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ ഇല്ല അച്ഛാ എനിക്ക് അങ്ങനത്തെ പേടിയൊന്നുമില്ല, എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ, ഇപ്പം തന്നെ പോകണോ മോളെ ഇങ്ങനെ ഒരു അവസ്ഥയിലെന്ന് ചോദിക്കുമ്പോൾ അത് സാരില്ല ഞങ്ങൾ ഇറങ്ങാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കാർത്തികേയ ലക്ഷ്മിയും അവിടെ നിന്ന് ഇറങ്ങിയാണ്. പ്രകാശൻ മകളോട് ശാസന രീതിയിൽ പറയുകയാണ്, മോൾ അകത്ത് പോയിരുന്ന അച്ഛൻ പറഞ്ഞ കേൾക്ക് എന്ന് പറഞ്ഞിട്ട് അകത്ത് പറഞ്ഞയക്കുകയാണ്. അങ്ങനെ പ്രകാശൻ അങ്ങനെ നിൽക്കുന്ന ഒരു ഭാഗത്തോടു കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.